കോതമംഗലത്തെ പ്രധാനപ്പെട്ട റംബൂട്ടാൻ കർഷകനോട് നമുക്ക് റംബൂട്ടാൻ്റെ വിവരങ്ങളൊന്ന് അറിയാം. അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ യാതൊരു മായവും കലരാത്ത ഒരു പഴവർഗ്ഗമാണ് ഇത്. വിശ്വസിച്ച് ആർക്കും കഴിക്കാം, കുഴപ്പമില്ല. നമ്മൾ മറ്റേ മുന്തിരി ആപ്പിളോ കഴിക്കുന്നത് പോലെയല്ല, എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് ഈ വ്യാപകമായിട്ടുള്ള കൃഷി രീതികൾ കൃഷി ഇവിടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വടക്കൻ ജില്ലകളിൽ ഇത് കാര്യമായിട്ട് വളരുന്നത്. നമ്മുടെ തെക്കൻ ജില്ലകളിൽ കോട്ടയം, എറണാകുളം ജില്ലകളിലാണ്, പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതൽ വ്യാപകമായിട്ട് ഇത് കൃഷി ചെയ്ത് കണ്ടുവരുന്നത്. N18 എന്ന് പറയുന്ന ഇനമാണ് ഏറ്റവും നല്ല ഇനം. മറ്റ് സ്കൂൾ ബോയിൻ്റെ മഞ്ഞ കളറിലുള്ള ഇതുണ്ട്, അതൊന്നും അത്ര വിപണിയിൽ അത്ര വിറ്റഴിയുന്നില്ല. N18 ആണ് വിപണിയിൽ വിറ്റഴിയുന്ന ഏറ്റവും നല്ല ഇനം. ഇന്ത്യയിലെ ഭൂഭാഗങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കൃഷിയെക്കുറിച്ചും നമ്മുടെ കോതമംഗലത്തുള്ള കൃഷിയെക്കുറിച്ച് എന്താ പറയുക? കേരളത്തിലാണ് എന്നിരുന്നാൽ തന്നെയാലും കർണാടകത്തിലുള്ള തമിഴ്നാട്ടിലൊന്നും ഈ കൃഷിയില്ല. കേരളത്തിലാണ് വ്യാപകമായിട്ട് ഇത് കൃഷി ചെയ്ത് വരുന്നത്. ഇതിന് അനുയോജ്യമായ കാലാവസ്ഥയുള്ളൂ. അല്ല, റംബൂട്ടാൻ കൃഷിയിൽ ഏറ്റവും ടേസ്റ്റുള്ള റംബൂട്ടാൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ N18 ആണ് ഏറ്റവും ടേസ്റ്റുള്ള ഇത് റംബൂട്ടാനിലെ ഇനം. അതാണ് ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് എല്ലാവരും കൃഷി ചെയ്യുന്നത്. ശരി, താങ്ക് യു. ഈ ലിസ്റ്റ് റംബൂട്ടാനിൽ നിന്ന് റംബൂട്ടാൻ തോട്ടി ഉപയോഗിച്ച് പറിക്കുന്നതാണ്. കൊലകൊലയായിട്ട് പറിച്ച് താഴേക്കിടുക. ഒരു മരത്തിലെ മൊത്തം പറിച്ച് കഴിക്കണമെങ്കിലേ എന്തോരം സമയം പിടിക്കും? അത് കായയുടെ അനുസരിച്ചിരിക്കും. എങ്ങനെ പോയാലും ചില മരത്തേലൊക്കെ പറിച്ച് തീരുന്നെങ്കിൽ 1 മണിക്കൂർ പിടിക്കും. ആണല്ലേ? കായ കൂടുതലുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയം പിടിക്കും തീരാനായി. ചേട്ടാ, ഇത് റംബൂട്ടാൻ കൂടാതെ ചേട്ടൻ വേറെ ഏത് കൃഷിയില്ല? പിന്നെ പൈനാപ്പിൾ കൃഷിയുണ്ട്. പൈനാപ്പിൾ കൃഷി വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മെച്ചം കാണുന്നത് പൈനാപ്പിൾ കൃഷിയാണോ അതോ റംബൂട്ടാൻ കൃഷിയാണോ? കൂടുതൽ കാലാവസ്ഥ നമ്മുടെ ചതിക്കാതെ ഇരുന്നുള്ള കിട്ടുന്നത് റംബൂട്ടാനാണ്. പൈനാപ്പിളിനെക്കായി മെച്ചം കിട്ടുന്നത് റംബൂട്ടാനാണ് അല്ലേ? അപ്പോൾ വിപണി നമുക്ക് മെച്ചപ്പെട്ട വിപണി കിട്ടുമോ? വിപണി നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നത് നമുക്കൊരു വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും. വിപണനം ചെയ്യാൻ പറ്റിയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുന്നില്ല. ആണല്ലേ? ഇത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ റംബൂട്ടാനേ നമ്മളിങ്ങനെ ഒരു മിനിമം നമുക്ക് എത്ര രൂപ കിട്ടിയാലാണ് ഇത് മുതലാവുക? നമുക്ക് കിലോയ്ക്ക് കൃഷി ഉടമസ്ഥന് ഒരു 150 രൂപ വിലയെങ്കിലും കിട്ടണം. ആണല്ലേ? ഏറ്റവും കുറഞ്ഞത് ആണല്ലേ? ഓ, അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന റംബൂട്ടാന് വലിയ വില എന്ന് പറയാൻ പറ്റത്തില്ല. വലിയ വിലയല്ല. ഇന്ത്യക്കകത്ത് ബാക്കി ഇടയ്ക്കുന്ന കച്ചവടക്കാർക്ക് നാമമാത്രമായ ലാഭം കൊടുത്താണ് ഇപ്പോൾ വിൽക്കുന്നത്. ആണല്ലേ? എന്തുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിറ്റ് കഴിയില്ല, ഇത് വിറ്റ് തീർന്നു പോവില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കൃഷി വ്യാപകമായിട്ട് റംബൂട്ടാൻ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ഇത് നല്ല ഇനമായതുകൊണ്ട് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കച്ചവടക്കാർ വരുന്നുണ്ട് വാങ്ങാനായിട്ട്.
ഇപ്പോൾ. അവിടെയൊക്കെ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ കാലാവസ്ഥയാണ് എല്ലാവർക്കും. ഒരു കൊല പറിക്കുമ്പോൾ ഒരെണ്ണം ചേട്ടാ ഇതിൻ്റെ ചില ഒരു മഞ്ഞ കളറും ചിലത് നല്ല ചുവപ്പ് കളർ കാണുന്നത് അതെന്താണ് പഴത്തിൻ്റെ? അതെ, ഇതിൽ ഒരു കൊലയിൽ 10 കായ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓരെണ്ണത് ഇത് ഉദാഹരണത്തിന് ഇത് തന്നെ ഉണ്ടോ, ഇത് പച്ചയായിട്ടാണ് ബാക്കിയെല്ലാം പഴുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ കൊലയെ പേടുന്നൊക്കെ നമ്മൾ നാടൻ ഭാഷ പറയില്ലേ, അത് തന്നെ. ഓരെണ്ണമൊക്കെ വരും കൊലയിൽ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ല ചുമന്ന കളറുള്ളതാണ് ശരിക്കും പഴുത്തത് അല്ലേ? ഏറ്റവും നല്ല ചുമന്ന കളറുള്ളതാണ് ഏറ്റവും ശരിക്കും പഴുത്തത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കണ്ടമാനം കയറ്റി അയക്കുന്നുണ്ട്. ആണല്ലേ? ഓക്കെ, താങ്ക് യു.